നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡ്രൈവർ മുതൽ ഇലക്ട്രീഷ്യൻ വരെ താലൂക്ക് ആശുപത്രിയിൽ നിരവധി ഒഴിവുകളിലേക്ക് അഭിമുഖം. വർക്കലയിലെ താലൂക്ക് ആശുപത്രിയിൽ വിവിധ തസ്തികകളിൽ ജോലി ഒഴിവ്. ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നീഷ്യൻ, ഡ്രൈവർ, ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളിലേക്കാണ് ജോലിക്കാരെ ആവശ്യമുള്ളത്. പരീക്ഷയില്ലാതെ നേരിട്ടുള്ള വാക്യാൻ ഇൻ്റർവ്യൂ മുഖേനയാണ് നിയമനം നടക്കുക. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇനി പറയാൻ പോകുന്ന തീയതികളിൽ രാവിലെ 10 മണിക്ക് മുമ്പായി റിപ്പോർട്ട് ചെയ്യണമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. അഭിമുഖ തീയതികൾ: ഫാർമസിസ്റ്റ് വിഭാഗത്തിൽ ജൂലൈ 10-ന്, ലാബ് ടെക്നീഷ്യൻ ജൂലൈ 11-ന്, എക്സ്റേ ടെക്നീഷ്യൻ ജൂലൈ 12-ന്, ഡ്രൈവർ, ഇലക്ട്രീഷ്യൻ ജൂലൈ 17-ന്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0470 20 80088 8590232509 9846021483. ധനകാര്യ വകുപ്പിൽ പ്രോഗ്രാമറെ ആവശ്യമുണ്ട്. ധനകാര്യ വകുപ്പിലെ ഇ-ഗവേണൻസ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് പ്രോഗ്രാമറെ നിയമിക്കുന്നു. സാങ്കേതിക പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. യോഗ്യത BE, BTech, MCA അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, MSc ആണ് യോഗ്യത. അപേക്ഷകൾ ജൂലൈ 20-നകം ലഭിക്കണം. കുറഞ്ഞത് 3 വർഷത്തെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രവൃത്തി പരിചയം വേണം. ശമ്പളം പ്രതിമാസം 40,000 രൂപ തൊട്ട് 50,000 രൂപ വരെ. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം പ്രിൻസിപ്പൽ സെക്രട്ടറി, ധനകാര്യ ITI സോഫ്റ്റ്വെയർ വിഭാഗം, വന്ദനം, ഉപ്പളം റോഡ്, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ നൽകണം. SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സ്ഥിര സർക്കാർ ജോലി നേടാം. കേരള ഹൈക്കോടതിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം. കേരള ഹൈക്കോടതി ഇപ്പോൾ ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ആകെയുള്ള 34 പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. തസ്തിക ആൻഡ് ഒഴിവ്: കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡൻറ്റ്. ആകെ ഒഴിവുകൾ 34. പ്രായപരിധി: ഉദ്യോഗാർത്ഥികൾ 2/1/1998-നും 1/1/2006-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഡിഗ്രി യോഗ്യത ഉണ്ടാവാനും പാടില്ല. അപേക്ഷാ ഫീസ്: ജനറൽ OBC 500, SC ST EWS NIL. ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കേരള ഹൈക്കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. അപേക്ഷിക്കുന്നതിന് മുമ്പായി കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന വിജ്ഞാപനം കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. 10ാം ക്ലാസ്സുകാർക്ക് കേന്ദ്ര സർക്കാർ സ്ഥിരജോലി. 8326 ഒഴിവുകളിലേക്ക് SSCയുടെ വമ്പൻ റിക്രൂട്ട്മെൻറ്റ്. കേരളത്തിലും നിയമനം നടക്കും. കേരളത്തിൽ വിവിധ സർക്കാർ ഓഫീസുകളിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഹവിൽദാർ പോസ്റ്റുകളിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷ ക്ഷണിച്ചു. മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് ജോലിക്കായി അപേക്ഷിക്കാം.
ആകെ 8326 ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആൻഡ് ഹൗൽദാർ പോസ്റ്റ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MDS 4887 ഒഴിവുകൾ. ഹവൽദാർ CBIC ആൻഡ് CBN 3439 ഒഴിവുകൾ. പ്രായപരിധി MTS 18 മുതൽ 25 വയസ്സ് വരെ. ഹവൽദാർ 18 മുതൽ 27 വയസ്സ് വരെ. വിദ്യാഭ്യാസ യോഗ്യത മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 10ാം ക്ലാസ് വിജയം. ഹവൽദാർ 10ാം ക്ലാസ് വിജയം. ശമ്പളം ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ 7ാം ശമ്പള കമ്മീഷൻ അടിസ്ഥാനമാക്കിയുള്ള ലെവൽ 1 ശമ്പളം ലഭിക്കും. അപേക്ഷാ ഫീസ് വനിതകൾ, SC, ST, വിമുക്ത ഭടന്മാർ, PWBDക്കാർക്ക് അപേക്ഷാ ഫീസില്ല. മറ്റുള്ളവർക്ക് 100 രൂപ. ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകാം. അപേക്ഷിക്കുന്നതിന് മുമ്പായി ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂലൈ 31. 60,000 രൂപയ്ക്ക് കേരളത്തിൽ തന്നെ സർക്കാർ ജോലി നേടാം. യോഗ്യതകൾ എന്തൊക്കെ? 60,000 രൂപയ്ക്ക് കേരളത്തിൽ തന്നെ സർക്കാർ ജോലി വാങ്ങാൻ അവസരം. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ പ്രവർത്തിക്കുന്ന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന് കീഴിലുള്ള കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് CFRDയുടെ ഉടമസ്ഥതയിലുള്ള കോളേജ് ഓഫ് ഇൻഡിജനസ് ഫുഡ് ടെക്നോളജിയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. പ്രിൻസിപ്പൽ പോസ്റ്റിൽ 1 വർഷത്തെ കരാർ നിയമനമാണ് നടക്കുക. പ്രതിമാസ വേതനം 60,000 രൂപ. യോഗ്യത ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് വിഷയത്തിൽ 55% മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദം. PhDയും 15 വർഷത്തിൽ കുറയാത്ത അധ്യാപന പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. മതിയായ യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ 10 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവരെയും പരിഗണിക്കും. അപേക്ഷ വിശദ വിവരങ്ങളും അപേക്ഷാ ഫോമും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. സംശയങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0468296114. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഒഴിവ്. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് സർജറി, ജനറൽ മെഡിസിൻ, യൂറോളജി വിഭാഗങ്ങളിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഒഴിവുകളിലേക്ക് ഡോക്ടർമാരെ നിയമിക്കുന്നു. കരാർ അടിസ്ഥാനത്തിലാണ് റിക്രൂട്ട്മെൻറ്റ്. പ്രതിമാസം 70,000 രൂപ വേതനം ലഭിക്കും. യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൻ്റെ സ്ഥിരം രജിസ്ട്രേഷൻ, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളുമായി ജൂൺ 29 രാവിലെ 10 മുളങ്കുന്നത്ത് കാവിലുള്ള മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ കാര്യാലയത്തിൽ ഹാജരാകണം. സംശയങ്ങൾക്ക് 048722000310. കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി. നാഷണൽ ഫെർട്ടിലൈസേഴ്സിൽ ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻറ്റ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരം. വിവിധ തസ്തികകളിലായി ആകെ 97 ഒഴിവുകളാണ് ഉള്ളത്. നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിൽ എഞ്ചിനീയർ, സീനിയർ കെമിസ്റ്റ്, മെറ്റീരിയൽസ് ഓഫീസർ എന്നീ പോസ്റ്റുകളിൽ നിയമനം. എഞ്ചിനീയർ പ്രൊഡക്ഷൻ ഒഴിവുകൾ 40, മെക്കാനിക്കൽ 15, ഇലക്ട്രിക്കൽ 12, ഇൻസ്ട്രുമെൻറ്റേഷൻ 11, സിവിൽ 1, ഫയർ ആൻഡ് സേഫ്റ്റി 3 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. യോഗ്യത ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് മേഖലകളിൽ 60% കുറയാത്ത BE BTech തത്തുല്യ ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം.
SC, ST, PWBD വിഭാഗക്കാർക്ക് 50% മാർക്ക് മതി. പ്രായം 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവുണ്ട്. സീനിയർ കെമിസ്ട്രി, കെമിക്കൽ ലാബ് ഒഴിവുകൾ 9. യോഗ്യത MSc കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, അപ്ലൈഡ് കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്നിവയിൽ ഏതെങ്കിലും 60% കുറയാത്ത വിജയം. ബന്ധപ്പെട്ട മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 18 മുതൽ 30 വയസ്സ് വരെ. മെറ്റീരിയൽ ഓഫീസർ 6 ഒഴിവുകൾ. യോഗ്യത BTech, BE മെക്കാനിക്കൽ, മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് 60% മാർക്കിൽ കുറയാതെ വിജയിച്ചിരിക്കണം. ബന്ധപ്പെട്ട മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 18 മുതൽ 30 വരെ. ഉദ്യോഗാർത്ഥികൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. അപേക്ഷ ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് സന്ദർശിച്ച് വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്തെടുക്കാം. 700 രൂപ അപേക്ഷാ ഫീസുണ്ട്. SC, ST, PWBD വിമുക്ത ഭടന്മാർ എന്നിവർ ഫീസ് അടയ്ക്കേണ്ടതില്ല. ജൂലൈ 1 വരെ ഓൺലൈൻ അപേക്ഷ നൽകാം. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വ്യക്തിഗത അഭിമുഖം നടത്തിയാണ് തിരഞ്ഞെടുപ്പ്. ശമ്പള നിരക്ക്, ജോലിയുടെ സ്വഭാവം എന്നിവയെക്കുറിച്ച് കൂടുതലറിയാൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. 8ാം ക്ലാസ്സുകാർക്ക് പിയൂൺ ഒഴിവുകൾ. അണ്ണാ യൂണിവേഴ്സിറ്റി നിലവിൽ ഒഴിവുകളുള്ള പിയൂൺ, പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി. കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ജോബ് ഡീറ്റെയിൽസ്. ബോർഡ്, അണ്ണാ യൂണിവേഴ്സിറ്റി. ജോലിതരം സെൻട്രൽ ഗവൺമെൻറ്. വിജ്ഞാപനം. ആകെ ഒഴിവുകൾ 1. ജോലിസ്ഥലം ചെന്നൈ. അപേക്ഷിക്കേണ്ട വിധം തപാൽ. അപേക്ഷിക്കേണ്ട തീയതി 2024 ജൂൺ 20 മുതൽ. വേക്കൻസി ഡീറ്റെയിൽസ്. അണ്ണാ യൂണിവേഴ്സിറ്റി നിലവിൽ വിവിധ തസ്തികകളിലായി 2 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. പിയൂൺ 1, പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 1. ക്വാളിഫിക്കേഷൻ: പിയൂൺ 8ാം ക്ലാസ് പാസ്സായിരിക്കണം. 2. പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 ഏതെങ്കിലും വിഭാഗത്തിൽ MCA, MBA, MCom ആൻഡ് MSc. സാലറി ഡീറ്റെയിൽസ്. അണ്ണാ യൂണിവേഴ്സിറ്റി ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. ഓരോ ദിവസവും ലഭിക്കുന്ന കൂലി: പിയൂൺ പ്രതിദിനം 471 രൂപ, പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 പ്രതിദിനം 819 രൂപ. എങ്ങനെ അപേക്ഷിക്കണം? താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ പറഞ്ഞ യോഗ്യതകൾ പരിശോധിച്ചതിന് ശേഷം കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനത്തോടൊപ്പം നൽകിയിട്ടുള്ള അപേക്ഷാ ഫോറം പ്രിൻ്റ് ഔട്ട് എടുത്ത് പൂരിപ്പിക്കുക. അപേക്ഷകൻ്റെ പേര്, രക്ഷകർത്താവിൻ്റെ പേര്, പൂർണ്ണമായ മേൽവിലാസം, പിൻകോഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ജനനത്തീയതി, പ്രായം, ലിംഗം, ജാതി എന്നിവ പൂരിപ്പിച്ച് നൽകുക. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജൂലൈ 1 വരെ. അപേക്ഷയുടെ പകർപ്പ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിലിൽ അയയ്ക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം പരിശോധിക്കുക. ഏകാരോഗ്യം പരിപാടി നടപ്പിലാക്കുന്നതിനായി ആരോഗ്യ വകുപ്പിന് കീഴിൽ സ്ഥാപിച്ച സെൻറ്റർ ഫോർ വൺ ഹെൽത്ത് കേരള നിരവധി തസ്തികകളിലേക്ക് നിയമനത്തിന് സ്റ്റേറ്റ് ഹെൽത്ത് റിസോഴ്സ് സെൻറ്റർ കേരള SHSRCK അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. 1. സ്റ്റേറ്റ് പ്രോഗ്രാം ലീഡ്. 2. റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സ്പെഷ്യലിസ്റ്റ്. 3. സർവൈലൻസ് സ്പെഷ്യലിസ്റ്റ്. 4. ഫിനാൻസ് കം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. 5. ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ്. 6. ഓഫീസ് അറ്റൻഡർ കം ക്ലീനിംഗ് സ്റ്റാഫ്. അവസാന തീയതി 2024 ജൂലൈ 10 വൈകിട്ട് 5 മണി വരെ. കുസാറ്റിൽ വിവിധ തസ്തികകളിൽ ഒഴിവുകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ വിവിധ തസ്തികകളിലേക്കുള്ള ഒഴിവുകളിൽ അപേക്ഷ ക്ഷണിച്ചു.
ഫിസിക്കൽ ഓഷ്യനോഗ്രാഫി വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. MSc ഓഷ്യനോഗ്രാഫി, MTech ഓഷ്യൽ ടെക്നോളജി നെറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷാ ഫോമും യോഗ്യത സംബന്ധിച്ച വിവരങ്ങളും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ IPR സ്റ്റഡീസിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ കൊമേഴ്സ് ആൻഡ് ഇക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് തസ്തികകളിൽ ഒഴിവുണ്ട്. ഓൺലൈൻ അപേക്ഷാ ഫോമും യോഗ്യത സംബന്ധിച്ച വിവരങ്ങളും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റുകളിൽ നിന്നും ലഭിക്കും. പ്രൊഫസർ NR മാധവ മേനോൻ ഇൻ്റർഡിസിപ്ലിനറി സെൻറ്റർ ഫോർ റിസർച്ച് എത്തിക്സ് ആൻഡ് പ്രോട്ടോകോൾസിൽ ICREP അസിസ്റ്റൻറ്റ് പ്രൊഫസറെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. LLM നെറ്റുള്ളവർക്ക് അപേക്ഷിക്കാം. PhD അഭികാമ്യം. ഓൺലൈൻ അപേക്ഷാ ഫോമും യോഗ്യത സംബന്ധിച്ച വിവരങ്ങളും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ ലഭിക്കും. PhD ബിരുദമുള്ളവർക്ക് 42,000 രൂപയും മറ്റുള്ളവർക്ക് 40,000 രൂപയുമാണ് പ്രതിമാസ ശമ്പളം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 20. കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മെറൈൻ എഞ്ചിനീയറിംഗിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, കോഴ്സ് ഇൻചാർജ്, ഡയറക്ടർ എന്നീ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം. ഓൺലൈൻ അപേക്ഷാ ഫോമും യോഗ്യത സംബന്ധിച്ച വിവരങ്ങളും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. അവസാന തീയതി ജൂലൈ 15. അപ്ലൈഡ് കെമിസ്ട്രി വിഭാഗത്തിൽ CSIR ഫണ്ട് പ്രൊജക്റ്റിൽ ജൂനിയർ റിസർച്ച് ഫെലോയുടെ JRF താൽക്കാലിക ഒഴിവിലേക്ക് വേക്കൻറ്റ് ഇൻ്റർവ്യൂ നടത്തും. 3 വർഷമാണ് പ്രോജക്റ്റിൻ്റെ കാലാവധി. നെറ്റ്, JRF, ഗേറ്റ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 37,000 രൂപ പ്രതിമാസ ശമ്പളം. ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ 1 രാവിലെ 10 നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04242575-804. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.